നമസ്കാരം. അമിനാഷ് ഡ്രൈവ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വാഹനം നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മളുടെ വാഹനം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ തള്ളുക. അത് വണ്ടി കംപ്ലൈൻ്റ് ആയാലാണല്ലോ നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ സ്റ്റിയറിംഗ് നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് തിരിയില്ല. അതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. മറ്റൊന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റാർട്ട് ആയാൽ മാത്രമേ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പവർ സ്റ്റിയറിംഗ് വർക്കായാൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തള്ളുന്ന സമയത്ത് ഇത് പവർ നമ്മളെ സോഫ്റ്റായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഹാർഡായിരിക്കും, ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യില്ല. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ സെൻസർ ആണ് ബ്രേക്ക് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകണം. ഈ രണ്ട് കാരണം ഇല്ലാതെ നമ്മളുടെ വണ്ടി ഒരു കാരണവശാലും നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടി വേണം നമ്മുടെ വണ്ടി തള്ളിയിട്ട് സ്റ്റാർട്ടാക്കാൻ. തള്ളി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഗിയറിലിടുക. സെക്കൻഡ് ഗിയറിലിട്ടിട്ട് നമ്മൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മളുടെ ഒരു മൂവിങ് കിട്ടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തള്ളുന്ന ആളുടെ ഒരു ഫോഴ്സ് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്ന് ക്ലച്ചിനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ബ്രേക്ക് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യില്ല. മറ്റൊന്ന് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് കിട്ടൂല. ഓർഡിനറി സ്റ്റിയറിൽ മാത്രമേ ചെറുതായിട്ട് തിരിയുള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനത്തിനെ മുന്നോട്ട് എടുക്കാൻ. അപകടം കൂടുതലാണ്. അപ്പം ബ്രേക്ക് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഈ സ്റ്റാർട്ടായി മാത്രമേ പവർ ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ. ഈ രീതിയിലാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഡേഞ്ചറസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ.